ദേശീയപാതകളിലെ അശാസ്ത്രീയ നിർമ്മാണം ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച യോഗമുണ്ട്. ദേശീയപാതകളിലെ പാകപ്പിഴകൾ യോഗത്തിൽ പരിശോധിക്കും. ഇനി പഠനങ്ങളില്ല, നടപടികൾ മാത്രമാണെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിച്ചു. വിവരങ്ങളുമായി സുനിഷ അയിലൂരുണ്ട്. സുനിഷ, പാലക്കാട് സ്കൂൾ കുട്ടികൾ കൊല്ലപ്പെട്ട അപകടം നടന്ന ഇടത്ത് ദേശീയപാതയിലൂടെ വാഹനം ഓടിച്ചുകൊണ്ടാണ് മന്ത്രി ഗണേഷ് കുമാർ റോഡിന്റെ സ്ഥിതി പരിശോധിച്ചത്. ഇപ്പോൾ ഇതിനുമേൽ പഠനത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞു, ഇനി നടപടികളാണ് എന്ന് മന്ത്രി പറയുന്നു. അപ്പോൾ കാര്യങ്ങൾ വേഗത്തിലാക്കും എന്നതിന്റെ സൂചനയാണോ? സ്മൃതി, അതുതന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അപകടങ്ങൾ പതിവാവുകയാണ്. പല കാരണങ്ങളുണ്ട്. പക്ഷേ പാലക്കാട്ടെ അപകടത്തിന് കാരണം അത് റോഡിലെ അശാസ്ത്രീയമായ നിർമ്മാണം തന്നെയായിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധം അടക്കം കണ്ടതാണ്. മന്ത്രി തന്നെ സ്ഥലത്തെത്തി പരിശോധന അടക്കം നടത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഏതായാലും ഈ അപകടങ്ങൾ കുറക്കാൻ ഇനി എന്ത് നടപടികളിലേക്ക് കടക്കണമെന്ന് ആലോചിക്കാനായി ഒരു യോഗം ചേരുന്നത്. ഹൈവേ അതോറിറ്റിയും ഒപ്പം തന്നെ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുമെന്നതാണ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മന്ത്രിയുടെ ചേംബറിലാണ് യോഗം ചേരുക. ഈ പറഞ്ഞതുപോലെ പലപ്പോഴും ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെയാണ് ഈ റോഡ് നിർമ്മാണം നടത്തുന്നത് എന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നതാണ്. ഇവിടെയുള്ള PWD-കാരോട് പോലും ഉദ്യോഗസ്ഥർ പോലും കൃത്യമായി അറിയുന്നില്ല എന്നതടക്കമുള്ള പരാതികളും ഉയരുന്നുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഏതായാലും ഇത്തരം റോഡ് നിർമ്മിക്കുമ്പോൾ ശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അത് എങ്ങനെ വേണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. ഈ മന്ത്രി പറഞ്ഞത് പ്രകാരം നാഷണൽ ഹൈവേ ഇപ്പോഴും ഇത്തരത്തിൽ ഗൂഗിൾ മാപ്പിനുള്ള വഴി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. പ്രാദേശികമായി അതിൻ്റെ ഘടനയോ ഒന്നും നോക്കാതെയാണ് ഈ റോഡ് നിർമ്മാണം നടക്കുന്നത് പലയിടങ്ങളിലും. അതാണ് അപകടത്തിന് കാരണമെന്നൊരു വിലയിരുത്തലുണ്ട്. നേരത്തെ തന്നെ ഈ ഹൈവേ അതോറിറ്റിയും ഈ ഗതാഗത വകുപ്പും ഒക്കെ തന്നെയും ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനായി കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നിലവിൽ അപകടം കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന തരത്തിലുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതും ഈ യോഗത്തിൽ വയ്ക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാം, അപകടങ്ങൾ കുറക്കാൻ ഇനി ആ സ്ഥലത്ത് മാറ്റം വരുത്താം എന്നതാണ് നിലവിൽ പരിശോധിക്കുക. ഇനി പഠനമല്ല നടപടി എന്നത് തന്നെയാണ് മന്ത്രി പറയുന്നത്. ഏതായാലും അപകടങ്ങൾ കൂടുന്നൊരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ പത്തനംതിട്ടയിലെ അപകടം അത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്നതാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നൽകിയിരിക്കുന്ന നിഗമനം എന്നതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഓരോ ദിവസവും അപകടകൂടിയാണ് ഓരോ ദിവസവും തുടങ്ങുന്നത് എന്നൊരു വിഷയമുണ്ട്. 2ഉം 3ഉം പേരൊക്കെ മരിച്ചു എന്നുള്ള വാർത്തയുമായിട്ടാണ് ഓരോ ദിവസവും പുലരുന്നത്. ഈ അപകടങ്ങളുടെ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ ഇതേയിടത്ത് പലതവണ അപകടം നടന്നു എന്ന വിവരം കൂടി പുറത്തു വരികയാണ്. അപ്പോൾ അപകട മേഖലകളിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നതിലേക്ക് കൂടിയാണ്. അതിൻ്റെ കണക്കുകളൊക്കെ വലിയ കണക്കാണ്. പാലക്കാട് കണക്ക് എന്ന് പറയുമ്പോൾ 60-ലധികം അപകടങ്ങൾ ഒരേ സ്ഥലത്തുണ്ടായിട്ടുണ്ട്. സുനിഷ, അതൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരമാണോ ആലോചിക്കുന്നത്? സ്മൃതി, അത് തന്നെയാണ്. അങ്ങനെയുള്ളൊരു പരിഹാരം എന്നത് തന്നെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. മന്ത്രി പറഞ്ഞത് ആ ഒരു സ്ഥലത്ത് മാത്രം, ആ ഒരു ഏരിയ മാത്രമല്ല, കുറച്ചങ്ങോട്ട് മാറിയാൽ പോലും അപകടങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ്. ഈ ഇടത്ത് തന്നെ 50-ലേറെ അപകടങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതിലൊരു മാറ്റം വരുത്തുക എന്നതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നടപടി, ഇനി ഒരു അപകടം അവിടെ ഇല്ലാതിരിക്കാൻ അതിലെന്ത് മാറ്റം വരുത്താം എന്നതാണ്. ആ ഹൈവേയിൽ മാറ്റം വരുത്തേണ്ട രീതികൾ ഇനി എന്താണ്, അശാസ്ത്രീയമായി നിർമ്മിക്കുമ്പോൾ ഇനി അതിനെ ഏത് തരത്തിൽ രൂപാന്തരപ്പെടുത്തിയാലാണ് ഇത്തരത്തിൽ അപകടം കുറക്കാൻ കഴിയുക എന്നത് തന്നെയാണ് പരിശോധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഹൈവേ അതോറിറ്റി ആളുകളും ഒപ്പം തന്നെ ഈ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരും അടക്കം ഇതിൽ പങ്കാളികളാകുന്നത്. പൊതുമരാമത്തിൻ്റെ ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നതാണ്. എല്ലാവരെയും ചേർത്തുകൊണ്ട് ഇതിൽ എന്ത് നടപടിയെടുക്കാൻ കഴിയുമെന്നതാണ്. ഇനി ഒരു പ്രാദേശികമായ പഠനം നടത്തിക്കൊണ്ടുള്ള മാറ്റം എന്നതിലപ്പുറം ഇനി അതിലെന്ത് നടപടിയെടുക്കാം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ആക്ഷൻ പ്ലാൻ എന്തായാലും പാലക്കാട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ യോഗത്തിൽ കൈമാറുമെന്നതാണ്. അങ്ങനെയെങ്കിൽ ആ ആക്ഷൻ പ്ലാൻ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ വരുത്താൻ കഴിയുന്ന മാറ്റങ്ങൾ, അതിനി പരിഹാരം കാണാൻ, ഇനി ഒരു അപകടമില്ലാതിരിക്കാൻ അതിനുള്ള മാർഗങ്ങൾ തന്നെയാണ് തേടുകയും ചെയ്യുന്നത്. സ്മൃതി, ശരി. സുനിഷ അയിലൂരാണ് വിവരങ്ങൾ നൽകുന്നത്. ഏതായാലും റോഡ് അപകടങ്ങൾ തുടർച്ചയാവുന്ന പശ്ചാത്തലത്തിലാണ് അപ്പോൾ ഉന്നതതല യോഗം ഗതാഗത മന്ത്രി വിളിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ പരിഹാരം, അതാണ് ആലോചന എന്ന മന്ത്രിയും വ്യക്തമാക്കുന്നു.